ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു അല്ലേ, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇനി എന്തിനാണ് നമ്മൾ പഠിച്ചത്, നമ്മൾ ആ പ്രോപ്പർട്ടീസൊക്കെ എന്തിനും പഠിച്ചു, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. 1-2 പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്ത് നോക്കാം, ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ ഞാൻ വർക്കൗട്ടായിട്ട് തരാം. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ 1 by 1 ആയിട്ട് മനസ്സിലാക്കി പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്തോറും ഓരോ ഭാഗങ്ങളും വളരെ എളുപ്പമായിട്ട് തോന്നും. ഇനി ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. യൂസിങ് ദി ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് ഇവാലുവേറ്റ് ദ ഫോളോയിങ്. ഇങ്ങനെ തന്നെയാണ് എക്സാംസിനും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഫസ്റ്റ് 1 പ്രോബ്ലം നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x + 17. അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പോൾ എങ്ങനെ ലിമിറ്റ് കണ്ടുപിടിക്കും അല്ലേ, ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം അല്ലേ. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ നോക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x + 17. എന്ത് ചെയ്യാം, നമുക്ക് സം റൂൾ എന്ന് പറഞ്ഞിട്ടൊരു റൂൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 f(x) + g(x) ആണെങ്കിൽ ഞാൻ പറഞ്ഞു പ്ലസ് ആണെങ്കിൽ ലിമിറ്റ് ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പം അല്ലേ, ലിമിറ്റ് f(x) + ലിമിറ്റ് g(x) എന്ന് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x കൊടുത്തു പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 17 എന്ന് കൊടുത്തു. അപ്പോൾ മനസ്സിലാക്കുന്നത് സം റൂൾ എന്ന് പറഞ്ഞാൽ പ്ലസ് കണ്ടു കഴിഞ്ഞാൽ അല്ലേ എന്ത് ചെയ്യാം, നമുക്ക് ലിമിറ്റ് ഉള്ളിലേക്ക് സെപ്പറേറ്റ് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x നമ്മൾ പഠിച്ചു, x0 ആണെന്ന് പഠിച്ചു. ഇവിടെ 3 അല്ല x0. ഇപ്പോൾ ഇവിടെ എന്ത് വരും, 3 എന്ന് വരും അല്ലേ, ഇവിടെ 3 എന്ന് വരും പ്ലസ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 17 എന്ന് വരും അല്ലേ. അപ്പോൾ ആൻസർ 20 എന്ന് വരും അല്ലേ. ബൈ കോൺസ്റ്റൻ്റ് ആൻഡ് ഐഡൻറ്റിറ്റി ഫങ്ഷൻ റൂൾ അല്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇതൊക്കെ എഴുതിയത്. നിങ്ങൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ പിന്നെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ചെയ്യാം അല്ലേ. ജസ്റ്റ് മനസ്സിലാക്കി പോവുക. നെക്സ്റ്റ് പ്രോബ്ലം ഏതാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4x². ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4x നമുക്ക് x² എങ്ങനെ എഴുതാം, x × x എന്ന് എഴുതി കൂടെ. x × x എന്ന് എഴുതി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ടൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. പ്രൊഡക്റ്റ് ടൂൾ എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 അല്ലേ, എക്സ് ടെൻസ് ടു x0 f(x) × g(x) ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 f(x) × ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 g(x) എന്ന് എഴുതാമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇവിടെ രണ്ടെണ്ണമായിട്ട് സെപ്പറേറ്റ് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഇൻറ്റു ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കാം. എന്ത് ചെയ്തു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 4x × ലിമിറ്റ് എക്സ് ടെൻസ് ടു 4x എഴുതി. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 4x എന്താണ്, 4-നെയാണ്. കാരണം നേരത്തെ പറഞ്ഞ ലിമിറ്റ് എക്സ് ടെൻസ് ടു x0 x എന്ന് പറഞ്ഞാൽ x0 ആണെന്ന് പറഞ്ഞു അല്ലേ. എക്സ് ടെൻസ് ടു 4 എന്ന് പറഞ്ഞാൽ എക്സ് കണ്ടുകൊടുത്ത് 4 കൊടുക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെ മനസ്സിലാക്കിയാലും മതി. അപ്പോൾ എക്സ് കണ്ടുകൊടുത്ത് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിന് 4 കൊടുത്താൽ 4 കിട്ടും, ഇവിടെ എക്സിന് 4 കൊടുത്താൽ 4 കിട്ടും. ആൻസർ എന്ത് വരും, 60 എന്ന് വരും അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് എക്സ് അല്ല u ടെൻസ് ടു, വേരിയബിൾ മാറിയോണ്ട് പ്രശ്നമൊന്നുമില്ല. ലിമിറ്റ് എക്സ് മാറിയിട്ട് എന്ത് ചെയ്തു, u കൊടുത്തു. u ടെൻസ് ടു -1 അല്ലേ, u + 1 നോക്കി നോക്കുക. ഇവിടെയും പ്ലസ് ആണ്, പ്ലസ് ആകുമ്പോൾ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് കൊടുക്കാം. ഓൾറെഡി പറഞ്ഞു അല്ലേ, സം റൂൾ പ്രകാരം. അപ്പോൾ u ടെൻസ് ടു -1 u പ്ലസ് ലിമിറ്റ് u ടെൻസ് ടു -1 എഴുതി. ഇനി ഫസ്റ്റത്തെ എന്താ വരിക, u ടെൻസ് ടു -1 u എന്ന് പറഞ്ഞാൽ u കണ്ടുകൊടുത്ത് -1 കൊടുക്കുക. അപ്പോൾ എന്താ ആൻസർ കിട്ടുക, -1 കിട്ടും. പിന്നെ സെക്കൻഡ് വൺ കോൺസ്റ്റൻ്റാ അല്ലേ. കോൺസ്റ്റൻറ്റ് റൂൾ പ്രകാരം കോൺസ്റ്റൻ്റ് എന്ത് ലിമിറ്റാണെന്ന് നോക്കണ്ട, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വേരിയബിളൊന്നുമില്ല, എക്സും യു ഒന്നുമില്ല ഇവിടെ, ഒറ്റ 1 മാത്രമല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ വാല്യൂ എന്താ വരും, 1 വരും. അപ്പോൾ -1 + 1 എന്താ വരും, 0 വരും അല്ലേ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്തത്, ക്വസ്റ്റ്യൻ ഇതായിരുന്നില്ല അല്ലേ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇതല്ലേ ക്വസ്റ്റ്യൻ അല്ലേ, ഇതായിരുന്നല്ലോ ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. അപ്പോൾ അല്ലേ ഞാനത് സെപ്പറേറ്റ് കണ്ടുപിടിച്ചതാണ് അല്ലേ, സെപ്പറേറ്റ് കണ്ടുപിടിക്കുകയാണ്. കാരണം നമുക്ക് അപ്ലൈ ചെയ്യേണ്ട എന്താണ്, ഇതിനെ സെപ്പറേറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ കാരണം ആദ്യം ഇത് കണ്ടുപിടിച്ചു അല്ലേ, രണ്ടാമത് ഞാൻ എന്ത് ചെയ്യും, ഇത് കണ്ടുപിടിക്കാൻ പോകുന്നു. കാരണം അല്ലേ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, അതായത് ലിമിറ്റ് u ടെൻസ് ടു -1 u + 1 / u - 1 എന്താണ് ലാസ്റ്റ് അല്ലേ. ഒരു റൂള് പ്രകാരം ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് u ടെൻസ് ടു -1 u + 1 / ലിമിറ്റ് u ടെൻസ് ടു u - 1 ലാസ്റ്റ് പഠിച്ച് കോഷൻ റൂൾ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, u + 1 / u - 1 എന്ത് ചെയ്യാം, u + 1 × 1 / u - 1 എഴുതാമല്ലോ, ഇങ്ങനെ എഴുതാം അല്ലേ.
ഇങ്ങനെ എഴുതിക്കൂടെ, ഇങ്ങനെ അതിനെ മാറ്റി എഴുതിയാൽ u+1/u-1 ഇങ്ങനെ മാറ്റി എഴുതി. ഇത് ഈ പ്രൊഡക്റ്റ് ഇനി അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാമല്ലോ അല്ലേ. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ നോക്കി നോക്ക്. ഫസ്റ്റ് ഫംഗ്ഷൻ u+1 ലിമിറ്റ് u→-1 u+1 എഴുതി. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്, ലിമിറ്റ് u→-1 1/u-1 എഴുതി. ഇനി നോക്കുക, ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. u+1ൻ്റെ വാല്യൂ ഇത് അവിടെ 0 ആണെന്ന്, അപ്പോൾ ഇവിടെ 0 എന്ന് എഴുതി. ഇനി സെക്കൻഡ് ഞാൻ പറഞ്ഞിട്ടില്ല, എന്താണ് ലിമിറ്റ് u→-1 u-1 എങ്ങനെ കണ്ടുപിടിക്കുക, ഇങ്ങനെ കണ്ടുപിടിച്ചു സം റൂൾ പ്രകാരം അല്ലേ. u-1 ആണോ +1 ആണോ ഒന്നും പ്രശ്നമില്ല. ഇനി അല്ലേ എന്താണ് പ്ലസ് മൈനസ് ഒക്കെ ആണെങ്കിൽ ഒരേ റൂൾ തന്നെയാണ് കേട്ടോ. എന്താണ് സം റൂള് ഡിഫറൻസ് റൂളായിട്ട് മാറുന്നു മാത്രം. സെയിം തന്നെയാണ്, ലിമിറ്റ് ഉള്ളിലേക്ക് കൊടുക്കാം അല്ലേ. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഈ -1 +-1 ആക്കി എഴുതിയെന്ന് മാത്രം. ലിമിറ്റ് u→-1 u എന്ന് വന്നു, പ്ലസ് ലിമിറ്റ് u→-1 -u എന്നായി. u+-1 എഴുതിയ u-1 ആയല്ലോ. ഇനി ഇതിൻ്റെ വാല്യൂ -1 അല്ലേ വരിക, ഇതിൻ്റെ വാല്യൂ എന്താണ് കോൺസ്റ്റൻ്റ് ആയ -1 പ്ലസ് -1 എന്താണ് -2 ആണ്. നോട്ട് ഈക്വൽ 0 എന്ന് എഴുതാൻ കാരണം എന്താ അല്ലേ, ഇത് വരുന്നത് താഴെയല്ലേ, ഇത് വരുന്നത് ഇവിടെ താഴെയാണ് അല്ലേ. താഴെ വരുന്ന ഫംഗ്ഷൻ എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി അതാണ് ഇവിടെ കൊടുത്തത്. ലിമിറ്റ് u→, ഇതാണ് ഇതിൻ്റെ എങ്ങനെ വരും 1/ലിമിറ്റ് u→-1 u-1 എഴുതിയാലോ ഈ ഫംഗ്ഷനെ അല്ലേ. ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, 1/ലിമിറ്റ് u→-1 u-1 എഴുതാം. അപ്പോൾ ഫസ്റ്റ് 0 ഇൻറ്റു മുകളിലെ 1 തന്നെ, മുകളിൽ 1 അല്ലേ ബൈ ലിമിറ്റ് u→-1 u-1 എന്താ കിട്ടിയത്, ഇവിടുത്തെ -2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1/-2 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും, 0 ഇൻറ്റു എന്തായാലും എന്താണ് 0 ആണ് വരിക. മനസ്സിലായോ? അപ്പോൾ ഇതൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പ്രോബ്ലം, വേറൊരു പ്രോബ്ലം നോക്കാം അല്ലേ. യൂസ് ദി ബേസിക് ആൻഡ് ഡെറിവേറ്റീവ് പ്രോപ്പർട്ടീസ് ടു ഓഫ് ലിമിറ്റ്സ് ടു ഫൈൻഡ് ദി ഫോളോയിങ് ലിമിറ്റ്സ്. 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, രണ്ടിൻ്റെയും നോക്കാം അല്ലേ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർട്ടീസ് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടാനാണ്. വളരെ എളുപ്പമാണ്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്താണ്, x→1 അല്ലേ, x³ - 3x² + 14x x6 + x+1. എന്ത് ചെയ്യാം, കോഷ്യൻ ഫംഗ്ഷനാണ്. മുകളിലൊരു ഫംഗ്ഷൻ ഉണ്ട്, താഴൊരു ഫംഗ്ഷൻ ഉണ്ട്. കോഷ്യൻ റൂൾ പ്രകാരം ലിമിറ്റ് എന്ത് ചെയ്യാം, മുകളിൽ ലിമിറ്റ് കൊടുക്കാം, താഴെ സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം അല്ലേ. ഇനി അതവിടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി വെച്ചു. കാരണം എന്താണ്, നമുക്ക് ഒരുമിച്ച് കുറേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, എക്സ് കണ്ടുകൊടുത്ത് 1 അങ്ങോട്ട് കൊടുത്ത് പോയാൽ മതി. പക്ഷെ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ചെയ്യാം. ഫസ്റ്റ് ആദ്യം മുകളിലത്തെ ഫംഗ്ഷൻ ചെയ്യുക അല്ലേ. ഇപ്പോൾ എന്ത് വരും, ലിമിറ്റ് x→1 മുകളിലത്തെ x³ ഇവിടെയൊക്കെ എന്താണ് അല്ലേ, മൈനസോ പ്ലസ് ആയാൽ എന്ത് ചെയ്യുക, മൈനസും പ്ലസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ലിമിറ്റ് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് ഇവിടെ ഓരോന്നും ലിമിറ്റ് കൊടുത്തു അല്ലേ. ലിമിറ്റ് x→1 x³ - ലിമിറ്റ് x→1 3x² പ്ലസ് ലിമിറ്റ് x→1 14x എന്ന് കൊടുത്തു ഓരോന്നിനും. ഇനി ലിമിറ്റ് x→1 x³ അതേപോലെ എഴുതി ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾ എല്ലാ സ്റ്റെപ്പ് ഒരുമിച്ച് വെച്ചിട്ടാണ് അല്ലേ. സെക്കൻഡിൽ എന്താണ് 3x², അപ്പോൾ 3 കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. കോൺസ്റ്റൻ്റ് മൾട്ടിപ്പിളോട് ഞാൻ പറഞ്ഞു, ഒരു ഫംഗ്ഷനിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിൽ കോൺസ്റ്റൻറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അല്ലേ ഇവിടെ 3 എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു. 3 ലിമിറ്റ് x→1 x² എഴുതി, പ്ലസ് ഇവിടെ എന്താണ്, ഇവിടെ 14 ഒരു കോൺസ്റ്റൻ്റ് ആവും, 14 അല്ലേ ലിമിറ്റ് x→1 x എന്ന് എഴുതി അല്ലേ. ഇനി എന്ത് ചെയ്യാം, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇനി ലിമിറ്റ് x→1 x³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് കണ്ടോടത്ത് 1 കൊടുക്കുക, അപ്പോൾ 1³ എന്ന് വരും അല്ലേ. 1³ ദെൻ 3 കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു ലിമിറ്റ് x→1 x² എന്ന് പറഞ്ഞാൽ എക്സ് കണ്ടോടത്ത് 1 കൊടുക്കുക, അപ്പോൾ 1² കിട്ടും, പ്ലസ് 14 ഇൻറ്റു എക്സ് ലിമിറ്റ് x→1 x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സിൻ്റെ വാല്യൂ 1 ആയ കാരണം 1 എന്ന് വരും. അപ്പോൾ 1 അല്ലേ, 1 മൈനസ് 1³ 1 1² 1, അപ്പോൾ 3 × 1 3 പ്ലസ് 14 × 14 അല്ലേ. ആൻസർ എല്ലാം എന്ത് ചെയ്യും, 12 കിട്ടും അല്ലേ, 12 കിട്ടും. ഇനി നമുക്ക് അടുത്ത നോക്കാം അല്ലേ. ഇതിൻ്റെ മുകളിലത്തല്ലേ നമ്മൾ കണ്ടുപിടിച്ചുള്ളൂ, മുകളിലത്തെ ഇത് മാത്രമേ നമ്മളിപ്പോൾ അല്ലേ ഇതേ കണ്ടുപിടിച്ചുള്ളൂ. ഇനി താഴത്തെ നമുക്ക് നോക്കി നോക്കാം. താഴത്തെ എന്താ വരിക, ലിമിറ്റ് ഇത് വരും, ലിമിറ്റ് x→1 x⁻6 പ്ലസ്
അല്ലേ +1 അതും ഇതേപോലെ എന്ത് ചെയ്യുക എക്സ്റ്റെൻഡ് സംഭവം എത്ര സം വന്നാലും നമുക്ക് എന്ത് ചെയ്യാം ലിമിറ്റ് ആണെങ്കിൽ പ്ലസ്സോ മൈനസ് ആണെങ്കിൽ ലിമിറ്റ് നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1x⁻6 പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1x പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 അല്ലേ. ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ. 1⁻6 1 എന്ന് വരും, 1 + 1 മൊത്തം ആൻസർ 3 എന്ന് വരും. ഇത് 0 ആവരുത്, ശ്രദ്ധിക്കണം. ഇത് എന്താണ്, ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് അവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. നോട്ട് ഈക്വൽ ടു 0 ആയല്ലേ താഴെ വരുന്ന ഫംഗ്ഷൻ 0 ആവാൻ പറ്റുമോ? നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 എന്താവും? ഈ ഇക്വേഷൻ 1 അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് x³ - 3x² + 1 എന്ത് ചെയ്യും? മുകളിലത്തെ നിങ്ങൾ കണ്ടുപിടിച്ചു 12 ആണെന്ന് കണ്ടുപിടിച്ചു. താഴത്തെ ഇപ്പോൾ എന്ത് ചെയ്യും? താഴത്തെ ഇപ്പോൾ 3 ആണെന്ന് കണ്ടുപിടിച്ചു, അത് 3 വന്നു. അപ്പോൾ 12/3 എന്ത് വരും? 4 വരും. അങ്ങനെയാണ് ആൻസർ നമുക്ക് കിട്ടുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിമിറ്റ് x → 1 x⁻10 അല്ലേ, x⁻10 അത് വരും. ക്വസ്റ്റ്യൻ ഇതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കണ്ട് വെക്കാം. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ അല്ലേ. ഇതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ക്വസ്റ്റ്യനുള്ള പ്രകാരം ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കാം. ഇനി ഓരോ ഫംഗ്ഷനും മുകളിൽ കണ്ടു വെച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് അല്ലേ. ഈ ബൈ എക്സ്റ്റെൻഡഡ് സം റൂൾ പ്രകാരം എന്ത് ചെയ്യാം? ലിമിറ്റ് ഓരോന്നിനും എന്ത് ചെയ്യാം? ഉള്ളിലേക്ക് കൊടുക്കാം അല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ 8x³ 8 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു. ഇതിൽ 7 കോൺസ്റ്റൻ്റ് ആണ്, 7 കോൺസ്റ്റൻ്റ് പുറത്തേക്ക് എടുത്തു, ലിമിറ്റ് ഉള്ളിലേക്ക് കൊടുത്തു അല്ലേ. പിന്നെ ലിമിറ്റ് x → 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഇനിയും വാല്യൂ കൊടുക്കുക. x⁻1 1 വരും. 8 × 1³ ഇതൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ. എക്സ് കണ്ടുകൊടുത്ത് ലിമിറ്റ് x → 1 ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കണ്ടുകൊടുത്ത് 1 കൊടുക്കുക എന്നർത്ഥം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക അല്ലേ. രണ്ടാമത്തെ ഫംഗ്ഷൻ ഇതല്ലേ, ഇതിൻ്റെ എങ്ങനെ വരും? ലിമിറ്റ് x → 1 x + 1 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x → 1 x പ്ലസ് ലിമിറ്റ് x → 1 1 അല്ലേ. അതായത് പ്ലസോ മൈനസ് ആണെങ്കിൽ ലിമിറ്റ് ഉള്ളിലേക്ക് ഓരോന്നിനും കൊടുക്കാമെന്നർത്ഥം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ലിമിറ്റ് x → 1 x എന്ന് പറഞ്ഞാൽ 1 വരും ഇല്ലേ. മറ്റേത് കോൺസ്റ്റൻ്റ് ആയ കാരണം 1 + 1 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴെ വരുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. കണ്ടോ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താഴെ വരുന്ന ഫംഗ്ഷൻ എന്താവാൻ പാടില്ല? നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ 0 ആവാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ വാല്യൂൻ്റെ എന്താവും? ഇൻഫിനിറ്റി ആവും. അതിൻ്റെ ഡെഫിനേഷൻ അങ്ങനെയാണല്ലോ. ക്വസ്റ്റ്യൻ റോ അപ്ലൈ ചെയ്യണമെങ്കിൽ താഴത്തെ എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായും? ഇപ്പോൾ നമുക്ക് തന്ന ഈ ക്വസ്റ്റ്യൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? ഇതല്ലേ തന്ന ക്വസ്റ്റ്യൻ, അതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? സെപ്പറേറ്റ് കണ്ടുപിടിച്ച വാല്യൂ ഇവിടെ 0 ആയി, 2 കൊടുത്താൽ 0/2 എന്താണ്? 0 വരും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴി എന്ത് ചെയ്യാം? നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് തരാം.